ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് HSCAPൻ്റെ സൈറ്റ് വഴി +1ൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റ് ആയിട്ട് ആപ്ലിക്കൻ്റെ SLC ഡീറ്റെയിൽസ്, ആധാർ കാർഡ്, ക്ലബ്ബുകൾക്കോ മറ്റോ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ക്ലബിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ വിവരങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ HSCAP എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ hscap.kerala.gov.in എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഹയർ സെക്കൻഡറി ആപ്ലിക്കേഷൻ ചെയ്യാൻ HSCAPൻ്റെ സൈറ്റ് വഴി അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുമുള്ള ആപ്ലിക്കേഷനുകൾ ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ പ്രൊസീജിയറാണ്. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സഹിതം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSCക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ VHSCAP എന്നുള്ള സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. HSCAPൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു വരുന്ന ഹോം പേജിൽ യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു യൂസർ മാനുവൽ ചെക്ക് ചെയ്ത് നോക്കി വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണ്. സൈറ്റിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, അതായത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഡിസ്ട്രിക്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ SLCയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. SSLC സ്കീം എന്നുള്ള ഓപ്ഷനിൽ കറണ്ട് ഇയറിൽ SLC പാസ് ഔട്ട് ആയവരാണെങ്കിൽ SSLC 2023-24 എന്നുള്ള ഓപ്ഷനും, മുൻവർഷത്തിൽ SLC പാസ് ഔട്ട് ആയവരാണെങ്കിൽ 2007-23 എന്നുള്ള ഓപ്ഷനും, THSLC ആണെങ്കിൽ THSLC എന്നുള്ള ഓപ്ഷനും, CBSEയോ ICSEയോ പഠിച്ചവരാണെങ്കിൽ CBSE അല്ലെങ്കിൽ ICSE എന്നുള്ള ഓപ്ഷനും, അതുമല്ല മറ്റെന്തെങ്കിലും ബോർഡാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യേണ്ടതാണ്. പാസ്ഔട്ട് മന്ത് ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ വരുന്നതാണ്, ഇയറും ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നൽകുക. അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. കൺഫേം മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വീണ്ടും കൊടുക്കുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സെൽഫ് കൊടുത്തതിന് ശേഷം ക്യാപ്ച അടിച്ച് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നൽകിയിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. വീണ്ടും ഓപ്പൺ ആവുന്ന പേജിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. വലിയക്ഷരം, ചെറിയക്ഷരം, സിമ്പൽ, നമ്പർ വരുന്ന രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ഈ ഒരു പാസ്വേഡ് വീണ്ടും റീ എൻറ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് അഥവാ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പിന്നീട് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ വീണ്ടും യൂസർ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് ആപ്ലിക്കേഷൻ പേജിലേക്ക് വരാവുന്നതാണ്. അപേക്ഷകൻ്റെ പേര് ഡിഫോൾട്ടായിട്ട് കറണ്ട് ഇയറിൽ SLC പാസ് ഔട്ട് ആയതാണെങ്കിൽ സൈറ്റിൽ വരുന്നതാണ്. ശേഷം വന്നിരിക്കുന്ന പേജിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. അലേർട്ട് മെസ്സേജ് വരുന്നതാണ്. ഇതിന് OK എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് SSLC പഠിച്ച സ്കൂൾ ഏതാണ് എന്നുള്ളതാണ് നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന ഡിസ്ട്രിക്റ്റും പഠിച്ചിരിക്കുന്ന ഡിസ്ട്രിക്റ്റും ഒന്ന് തന്നെയാണെങ്കിൽ സ്കൂളിൻ്റെ പേര് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. CBSEയോ ICSEയോ പഠിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. അതായത് SSLC അല്ലാത്ത മറ്റ് ബോർഡുകളാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ പഠിച്ചവരാണെങ്കിലും അതേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. സ്കൂളിൻ്റെ കോഡ് അറിയില്ല എങ്കിൽ സൈറ്റിലെ ഹോം പേജിൽ തന്നെ സ്കൂൾ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വരുന്ന പേജിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണോ പഠിച്ചിരുന്നത് ആ ഡിസ്ട്രിക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ Ctrl+F എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം പഠിച്ച സ്കൂളിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്കൂളിൻ്റെ ലിസ്റ്റ് വരുന്നതാണ്. ഇതൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സ്കൂളിൻ്റെ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം വരുന്ന ഭാഗത്ത് സൈറ്റിൽ ഫില്ലപ്പ് അല്ലാത്ത മറ്റ് ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ്.
കാൻഡിഡേറ്റിൻ്റെ നെയിമും വിവരങ്ങളും ഒക്കെ കറണ്ട് ഇയറിൽ പാസ് ഔട്ട് ആയതാണെങ്കിൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. വന്നിട്ടില്ല എങ്കിൽ ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. റിലീജിയൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗാർഡിയൻ നെയിം, മദർ നെയിം ഒക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകുക. ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ശേഷം തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ആപ്ലിക്കൻറ്റിൻ്റെ, അതായത് +1 അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. പേജിൻ്റെ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുക. അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ മാത്രം ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകിയാൽ മതി. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈകല്യം ഉണ്ടോ എന്നതാണ്. ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ലോക്കൽ ബോഡി ടൈപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ സെയിം ആസ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. THSLCയോ CBSEയോ ICSEയോ ഒക്കെ പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അഡ്രസ് ഡീറ്റെയിൽസ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നൽകുക. ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഡിഫോൾട്ടായിട്ട് S എന്നാണ് ഉള്ളതെങ്കിൽ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകേണ്ട ആവശ്യം വരുന്നില്ല. അതല്ല ഡിഫോൾട്ടായിട്ട് നോ എന്നാണ് ഉള്ളതെങ്കിൽ NCC, അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സൈറ്റിലേക്ക് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ നൽകാൻ വരുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ള ഓപ്ഷനിൽ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, അതുപോലെ പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നൽകാവുന്നതാണ്. അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിന് A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഐറ്റത്തിനാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, യൂത്ത് ഫെസ്റ്റിവലിന് 3 ഐറ്റംസിന് B ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റ് B ഗ്രേഡ് എന്നുള്ള ഓപ്ഷനിൽ 3 എന്ന് നൽകാവുന്നതാണ്. ക്ലബ്ബുകളിൽ അംഗമാണെങ്കിൽ ക്ലബിൻ്റെ ഡീറ്റെയിൽസ് ടിക്ക് ചെയ്ത് നൽകുക. EWS കാറ്റഗറി, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറി ആണെങ്കിൽ S എന്ന് നൽകുക. പേജിൻ്റെ താഴെയായിട്ടുള്ള സബ്മിറ്റ് ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഗ്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ഗ്രേഡ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ +1 ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. എൻ്റെ സ്കൂൾ കോഡ് എന്നുള്ള ഓപ്ഷനിൽ സ്കൂളിൻ്റെ കോഡ് കൊടുക്കാം. കോഡ് അറിയില്ല എങ്കിൽ നീഡ് ഹെൽപ്പ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ Ctrl F ഒന്ന് കൊടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയാൽ കോഡുകൾ ലഭിക്കുന്നതാണ്. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കോഡ് നോട്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഹോം പേജിലേക്ക് തന്നെ വരുന്നതാണ്. എൻ്റെ സ്കൂൾ കോഡ് എന്നുള്ള ഓപ്ഷനിൽ സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ആപ്ലിക്കൻറ്റിന് ഏറ്റവും ആദ്യം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ഏതാണോ ആ ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് നൽകേണ്ടത്. കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരേ സ്കൂളിൽ തന്നെ ഒന്നിലധികം കോഴ്സുകൾ ആപ്ലിക്കൻറ്റിന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് ലിമിറ്റ് ഒന്നുമില്ല. മാക്സിമം എത്ര ഓപ്ഷൻസ് വരെ വേണമെങ്കിലും സൈറ്റിൽ ആപ്ലിക്കേഷനിൽ കൊടുക്കാവുന്നതാണ്. ഒരേ സ്കൂളിൽ തന്നെ 3 സബ്ജക്റ്റുകൾ അവൈലബിൾ ആണെങ്കിൽ 3 സബ്ജക്റ്റിനും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം നൽകേണ്ടത് ഏത് കോഴ്സാണോ ജോയിൻ ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത് ആ ഒരു കോഴ്സിൻ്റെ വിവരങ്ങളായിരിക്കണം. എല്ലാ സ്കൂളിൻ്റെയും കോഡ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കോഡ് കൊടുത്തതിന് ശേഷവും കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചെക്ക് ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷൻ വഴി ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും ഏതെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ മൈനസ് എന്നുള്ള ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നൽകാനും സാധിക്കുന്നതാണ്. എല്ലാ കോഴ്സിൻ്റെയും വിവരങ്ങൾ കൊടുത്തത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. ക്ലബ്ബുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി മെൻഷൻ ചെയ്ത് നൽകേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, മാത്സ് ക്ലബ്ബ് എന്നുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ള ഓപ്ഷനിൽ HM എന്ന് കൊടുത്തതിന് ശേഷം SLC പഠിച്ച സ്കൂളിൻ്റെ പേരും നൽകാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുക. അതല്ല CBSEയോ ICSEയോ ഒക്കെ പഠിച്ചവരാണെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകാൻ വരുന്നതാണ്. CBSE ആണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ സർട്ടിഫിക്കറ്റിൻ്റെ
രജിസ്ട്രേഷൻ അഥവാ റോൾ നമ്പർ നൽകുക. ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് നൽകുക. ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ള ഓപ്ഷനിൽ CBSE നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആയി എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ്. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ഓക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. വീണ്ടും ഹോം പേജിലേക്ക് തന്നെയാണ് വരുന്നത്. നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും കറക്റ്റ് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും വിവരങ്ങൾ തിരുത്തൽ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. ആഡ് ചെയ്ത് നൽകിയതിന് ശേഷം വീണ്ടും സേവ് എന്നുള്ള ഓപ്ഷൻ, കോഡൊക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സേവ് കൊടുത്തതിന് ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് ഹോം പേജിലേക്ക് വരുന്നതാണ്. പേജിൻ്റെ താഴെ ഡിക്ലറേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഈ സമയത്ത് സൈറ്റിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സൈറ്റിൽ നിന്നും എടുക്കാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിലവിൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ സൈറ്റ് വഴി അപ്ഡേറ്റ് ചെയ്ത് മാറ്റി നൽകാൻ സാധിക്കുന്നതല്ല. പിന്നീട് കറക്ഷൻ ഓപ്പൺ ആയി വരുന്ന സമയത്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നീട് വരുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ തന്നെ ഫോർഗോട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പാസ്വേഡാണ് മറന്നിരിക്കുന്നതെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ നമ്പറും അപേക്ഷ സമർപ്പിച്ച ഡിസ്ട്രിക്റ്റും ക്യാപ്ച കോഡും അടിച്ച് സബ്മിറ്റ് ചെയ്താൽ പാസ്വേഡ് റീകളക്ട് ചെയ്യാവുന്നതാണ്. അതല്ല ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നിരിക്കുന്നതെങ്കിൽ ഹോം ഓപ്ഷനിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ജില്ല ഏതാണോ ആ ജില്ല എന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകുക. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ SLCയുടെ സ്കീം, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഓൾറെഡി നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പറിൽ ഈ ഒരു മൊബൈൽ നമ്പർ വീണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷനിൽ സെൽഫ് എന്ന് കൊടുത്ത് സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച അടിച്ചാൽ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.